കാട്ടാന കൊലപ്പെടുത്തിയ മണിയുടെ കുടുംബം കാടിനോട് യാത്ര പറഞ്ഞു. മലയിറങ്ങിയ മണിയുടെ കുടുംബം ഇനി നാട്ടിൽ താമസിക്കും. കാടിറങ്ങി നാട്ടുവാസിയാകണമെന്നായിരുന്നു മണിയുടെ മരിക്കും വരെയുള്ള ആഗ്രഹം. ഈ അഭിലാഷമാണ് സർക്കാർ സാക്ഷാത്കരിച്ച് മണിയുടെ കുടുംബത്തിന് പുനരധിവാസം ഒരുക്കുന്നത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പേടി, എനിക്ക് വീടും സ്ഥലമൊക്കെ വേണം. എനിക്ക് പ്രത്യേകിച്ച് പുറത്ത് നിൽക്കാൻ താല്പര്യമില്ല. പിന്നെ എനിക്കും ജോലി ഫോറസ്റ്റിന്റെ എന്താ ജോലി തരാനും പറഞ്ഞിട്ടുണ്ട്. മലയോടും മലദൈവങ്ങളോടും യാത്ര പറഞ്ഞ് മണിയുടെ കുടുംബം നാട്ടിലേക്കു ചേക്കേറി. നടക്കാനാകാത്ത മകൾ മീനാക്ഷിയെ ചികിത്സിക്കാൻ നാട്ടിലേക്ക് മാറി താമസിക്കണമെന്ന് ഏറെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു പൂച്ചപ്പാറ മണിക്ക്. ആ ആഗ്രഹം ബാക്കിയാക്കിയാണ് മണി കാട്ടാനക്കലിയിൽ ജീവൻ വെടിഞ്ഞത്. ഒടുവിൽ മണിയുടെ ആഗ്രഹം സഫലീകരിക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങി. മണിയുടെ ഭാര്യ മാതിക്ക് സർക്കാർ ജോലി നൽകി. മീനാക്ഷിക്ക് ചികിത്സയുമൊരുക്കും. കരുളായിലെ ചെങ്കുത്തായ മലയിൽ നിന്ന് നടക്കാനാകാത്ത മീനാക്ഷിയെ കുട്ടയിലാക്കി അയ്യപ്പൻ ചുമന്ന് കാടിനു വെളിയിലേക്ക് നടന്നു. അന്ന് മണിയുടെ മരണത്തിൽ തേങ്ങിയ കരുളായി വനം ഇന്ന് മക്കളെ നഷ്ടപ്പെടുന്ന അമ്മയെപ്പോലെ വീണ്ടും തേങ്ങി. മണിയുടെ ഭാര്യ മാതി, മക്കളായ മീനാക്ഷി, മീര, മനു, മീന, മാതിരി എന്നിവരാണ് നാട്ടിൽ താമസിക്കാനായി മണിയുടെ സഹോദരൻ അയ്യപ്പനും ഭാര്യയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം കാടുവിട്ടിറങ്ങിയത്. നടക്കാൻ കഴിയാത്ത മീനാക്ഷിയെ അയ്യപ്പൻ 2 കിലോമീറ്ററോളം ദൂരം കുട്ടയിൽ ചുമന്നാണ് വാഹനമെത്തുന്ന കണ്ണികയിൽ എത്തിച്ചത്. പേടിയായതുകൊണ്ട്, കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവിടെ നിന്ന് നാട്ടു പുറത്തിറങ്ങിയത്. കുട്ടീനെ അവിടെ ഏറ്റി നടക്കാനും ഈ വെള്ളം കിട്ടാത്ത സ്ഥലമായത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റി നടക്കാനൊന്നും ആർക്കും കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാലേ ഒരാൾ 2 ആളെ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് അച്ഛനുള്ള കല നോക്കിയപ്പോലെ നോക്കാനൊന്നും ആർക്കും കഴിയില്ല. ഞാൻ നിന്നാലും കൂടി ഒരു 2-3 ദിവസമൊക്കെ വീട്ടിലുണ്ടായുള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങിയതാണ്. ഈ പുറത്ത് സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ കോട്ടേഴ്സാണ് പറഞ്ഞത്. അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് വഴിയൊരുക്കി ഒരു കാട്ടുകൊമ്പൻ മുന്നിൽ നടന്നു. മണി മരിച്ച ശേഷം ആദ്യമായാണ് ഇവർ ആനയെ കാണുന്നത്. ആദ്യം പേടി തോന്നിയെന്നും എന്നാൽ ആന തങ്ങളെ ഒന്നും ചെയ്തില്ലെന്നും മാതി പറഞ്ഞു. ജോലിയും തന്നെ ജോലിക്കും പോയി. പോയി ഇവിടെ അടുത്തന്നെ. ദൂരെ പോകാൻ പറ്റില്ല. എനിക്ക് വലിയ കുട്ടി നടക്കാൻ കഴിയാത്ത. പിന്നെ ഇവിടെ ആന വരാത്ത കമ്പി എന്തെങ്കിലും വെച്ചത് പേടിയാണ്. ഞാൻ ഇവിടെ കണ്ടാലേ എനിക്ക് പേടിയാ. കാട്ടിലായി. ചെറുപുഴയിലെ നെടുങ്കയം വനം സ്റ്റേഷന് സമീപം എത്തിയ സംഘത്തിന് ഇവിടെ തന്നെയുള്ള ക്വാർട്ടേഴ്സിൽ താൽക്കാലികമായി താമസിക്കാൻ വനം വകുപ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് താഴെ ഇറക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളെയും താഴെ ഇറക്കുകയും വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ക്വാർട്ടേഴ്സ് അവർക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മണിയുടെ ഭാര്യയ്ക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകിയിട്ടുള്ളതാണ്. മണിയുടെ മകൾക്ക്, മൂത്ത മകൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും അതിന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും DMI ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ്. ഏഷ്യയിലെ ഗുഹാവാസികൾ എന്നറിയപ്പെടുന്ന ചോലനായിക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുടുംബമാണ് മണിയുടേത്. ഇവർക്ക് വേണ്ട സഹായത്തിനായി വനം വകുപ്പും ITDPയും മഹിളാ സമഖ്യ സൊസൈറ്റിയും ഒപ്പമുണ്ട്. കേരള വിഷൻ, നിലമ്പൂർ.